അവൾക്ക് ഇതെനിക്കൊന്ന് വിളമ്പി തന്നാലെന്താ? അവൾക്ക് എന്നോട് കൂടെ ഇരുന്നോന്ന് ഇതൊന്ന് കഴിച്ചാലെന്താ? അവൾക്കിപ്പോ പഴയതുപോലെ എന്റെ അടുത്ത് സ്നേഹമൊന്നുമില്ല. നീ പണി നിർത്തുന്നില്ലേടാ? നീ എപ്പോ വരും? നമുക്ക് ഞാൻ പറഞ്ഞ നേരത്ത് പോകാം. അടിക്കുന്നില്ലേ? അടിക്കേ. എങ്ങനെ തോന്നുന്നല്ലേ ഇപ്പൊ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നതാ. നിങ്ങളെന്തായാലും നമ്മളിപ്പം ഒരു ഗമനവും ഇല്ല, ഒന്നുമില്ല. അതിന് മാത്രം അത്രയ്ക്ക് നീ പിടിക്കാൻ കിട്ടാത്ത ആളല്ലയോ? നിങ്ങളിപ്പോ വലിയ ആളായി പോയത് പോലെ ആയിരിക്കും. അങ്ങനെയല്ലടാ, അടിക്കടാ. അതുകൊണ്ട് ഭവാനി അമ്മ ഇവിടെ പോയി. പാടത്ത് പണിയെടുക്കാൻ പോയി കാണും. ഞാൻ ഒരുപാട് ദിവസമായി കണ്ടിട്ട്. അതിന് എന്റെ കാര്യം നീ കാണാൻ എന്തടാ? അല്ല, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ വല്ലതും സംസാരിക്കില്ല. നമ്മൾ തമ്മിലുള്ള ഈ ഒരു പരിചയം പോലും ഇല്ല അവിടെ. ഇപ്പോഴും ഭാര്യയ്ക്ക് എന്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ എന്തോ നിന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നത് പോലെ. എന്തെങ്കിലും ചെയ്ത് കാണും നീ, അങ്ങനെ ആയിരിക്കും. ഇത് നമ്മളിവിടെ മദ്യപിക്കുന്നത് കൊണ്ട് വേറെ ഒരു കുഴപ്പമില്ലല്ലോ. അതും ഒരു കാര്യമാണോ? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ശരി, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇത് വേറെ വിഷയമായിട്ടൊന്നും വേണ്ട, നമുക്ക് ഇതൊന്നും വേണ്ട. ഈ പ്രശ്നമൊന്നും നമുക്ക് തമ്മിൽ വേണ്ട. നമുക്ക് ഇതാണ് വേണ്ടത്. ശരി, ഒരു പാട്ട് പാടൂ. പാടാനല്ലോ തുടങ്ങി. ഒരു പാട്ട് പാടൂ. ഒരു പാട്ട്. കനകസംഗാര കൂടെ പേര് ചൊല്ലി ഊത്തി കൂടെ കുന്നക്കുടി മച്ചന പോൽ പോരേണ്ട കണ്ണാടി കോപ്പയിലെ കണമുടി നീച്ചലടി. ഇന്ന് പണിക്ക് പോയില്ലേ? ഇന്ന് പണിക്ക് പോകാനുള്ള മാനസികാവസ്ഥയിലല്ല. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന് പിന്നാലെ ബുള്ളറ്റ് ട്രെയിനിലും അടുത്ത വർഷം ട്രാക്കിലിറങ്ങുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ അറിയിച്ചത്. ഏത് ഫ്രണ്ട്? ഒരിടത്തും പോണ്ട. മനുഷ്യ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല നാട്ടുകാർ കാണുക ഇവിടെ നിൽക്കരുത്. കാണട്ടെ. ഞാൻ ഇവിടെ ഒന്ന് കുളിച്ചാൽ എന്ത് കുഴപ്പം? എന്നടാ
കുറച്ച് പോകുന്നു. ഹലോ, ആദ്യം വിടില്ല. എന്താ പുറത്തോട്ട് വരെ പോയോ? മതി മതി, പേരൊക്കെ മതി. നമ്മന് വിടാൻ പറ്റൂല. നമുക്കതേ പറ്റുള്ളൂ. അവരെ കാര്യം അവര് നോക്കട്ടെ. എല്ലാം പറഞ്ഞോ വീട്ടില്? ഇല്ല, ഞാൻ വിചാരിച്ച എന്റെ അടുത്ത് ഈ ദേഷ്യമുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ച് വീട്ടിൽ വന്നെല്ലാം പറഞ്ഞു തോന്നി. ഞാൻ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ വന്ന് ചോദിച്ചു നോട്ടെ അവളെ അടുത്ത്, നീ വല്ലതും പറഞ്ഞു വന്നു. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലേ? ഞാൻ പറഞ്ഞത് കാരണം നമ്മള് തമ്മിലുള്ള ഈ കുടി ഇന്നിപ്പം വേറെ വല്ല വിഷയമൊന്നും വിചാരിക്കുമോ എന്നറിയില്ല. ഞാൻ ഇനി പറഞ്ഞതായിട്ട് ബാധിക്കണ്ട. പിന്നെ നിന്നെ വല്ലതും പറഞ്ഞാണോ? എന്നാ ഞാൻ അവിടെ ശരിയാക്കുന്നത്. എന്നാ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഇല്ലല്ലോ, എനിക്ക് മതിയായി. ഞാൻ നിർത്താൻ പോവാണ്. അടി ഇത് നാളെ ഇരിക്കല്ലേ നമുക്ക്. വീട്ടിൽ വേണേ ഞാൻ കൊണ്ടുപോകാം. ഞാൻ ഒഴിച്ച ഞാൻ കൊണ്ടാക്കാൻ പറഞ്ഞില്ലേ? നമുക്ക് ഒരുമിച്ച് പോവാം. നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ കൊണ്ടാക്കാം. കഴിയേ അങ്ങനെ പെട്ടെന്നൊന്നും മത്ത വരൂല. ഞങ്ങൾ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവില്ല. വീട്ടിൽ ഞാൻ കൊണ്ടുവിടും. ആടൻ ഇത്രല്ലേ ആയി? വേണം ഞാൻ 2 കുപ്പി കൂടെ പറയാം. അല്ലടാ, എനിക്ക് മതിയടാ. 2 കുപ്പി കൂടെ പറയാം. എനിക്ക് മതി. 2 കുപ്പി കൂടെ പറയാം നമുക്ക്. പിന്നെ ഒരു പാട്ട് പാടടാ. എനിക്ക് അറിയാലോ. പാട്, ഞാൻ അടിക്കാം. എനിക്ക് താളം മാത്രം തട്ടിത്തരാം. ആ രീതിയിലൊരു പാട്ട് എന്നെ കൊണ്ട ഞാൻ താളമിട്ടരാം. ഞാൻ താളമിട്ടെന്ന് ഒരു പാട്ട് ചേർന്നു. മുടിച്ചിട്ടാ போனாலே நாய் வேலையேன்னு மட்டும் பார்க்கறோம் ஏன் தப்புதான் கூட்டாளே முடிச்சுட்டே അതോടെ അടിക്കുന്നില്ലേ? രാമൂട്ടേ രാമൂട്ടി വാ പോവാ. ഞാൻ കൊണ്ടാക്കാൻ പറഞ്ഞില്ലേ? വാ ഞാൻ കൊണ്ടാക്കാന്ന്. ആയിക്കോട്ടെ, നിനക്ക് എന്തിനാ തോന്നുന്നത് നീ ചെയ്തോ. പോവാ. ഞാൻ വൈകിട്ട് പോവാ.
ഹലോ, ആരാ ഇത്? മനസ്സിലായി. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോണിൽ എന്നെ വിളിച്ചെന്നെ ശല്യം ചെയ്തിരുന്നു. സംസാരിക്കണം. അതുപോലെ തന്നെ ഇയാൾക്ക് നല്ല രീതിയിലുള്ള സംസാരിക്കാനുള്ള ഒരു താല്പര്യമാണ് കൂടുതൽ. ഞാനും നീയും തമ്മിൽ എത്ര വയസ്സുകൊണ്ട് വ്യത്യാസം ഉണ്ടെന്ന് നിനക്കറിയാമോ? അങ്ങനെ പറഞ്ഞ കാര്യമില്ല. പക്ഷെ എന്റെ പ്രായം നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തമ്മിലുള്ള സംസാരം നമ്മൾ തമ്മിലായി വേറെ ആരുമില്ല സംസാരിക്കാൻ. ഈ കാര്യം വേറെ വലിയ ആരും അറിയുന്നത് ഇത്രേ ഉള്ളൂ. എന്താ താല്പര്യം ഉണ്ടോ? നിനക്കെന്താടാ വട്ടാണോ? ശരി. நீ இங்க வரணும், அடோ நான் அங்க வரணும். ഓക്കേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത് ബെസ്റ്റ് ആക്ടറെ തെരഞ്ഞെടുത്ത ദീപുവിനൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അനുരാഗമറിയിച്ചു ഞാൻ നിന്റെ അനുവാദമില്ലാതെ തന്നെ അറിയാത്തൊരനുഭൂതിയിൽ അലിയുകയായിരുന്നു സഖി, അലിയുകയായിരുന്നു.